ദൈവത്തിൻ്റെ പരിപാലനവും മനുഷ്യൻ്റെ സംരക്ഷണവും. അതെ, ദൈവത്തിൻ്റെ പരിപാലനം ശാശ്വതമായതും തലമുറയായി നിലനിൽക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ആർക്കും നമ്മെ പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യൻ പരിമിതനാണ്. സംരക്ഷണം ചെയ്യാമെന്ന് പറഞ്ഞാലും നൽകാമെന്ന് പറഞ്ഞാലും ആ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. 121 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. അതെ, ദൈവം നമ്മുടെ പ്രാണനെ പരിപാലിക്കും. മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 28 വാക്യം: ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവനെ നാം ഭയപ്പെടേണ്ട. പലപ്പോഴും മനുഷ്യൻ തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മാനുഷിക സംരക്ഷണങ്ങൾ പലപ്പോഴും പരിമിതമാണ്. ഗോലിയാത്ത് എന്ന് പറയുന്ന ശക്തനാകുന്ന മനുഷ്യൻ തൻ്റെ സംരക്ഷണം തൻ്റെ മുമ്പിൽ നടന്ന വ്യക്തികൾക്ക് ഏൽപ്പിച്ചു. ഇങ്ങനെ ദൈവവചനത്തിൽ വായിക്കുന്നു: പരിചക്കാർ അവൻ്റെ മുമ്പിൽ നടന്നു. എന്നാൽ അനർത്ഥം വന്നപ്പോൾ അവർ സ്വയം രക്ഷിക്കുകയും ഗോലിയാത്ത് മരിച്ചു വീഴുകയും ചെയ്തു. മനുഷ്യൻ്റെ സംരക്ഷണത്തിന് പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണം ശാശ്വതമായതും തലമുറയായി ഇരിക്കുന്നതുമാണ്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 20 വാക്യം: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലാ നാളും നമ്മോട് കൂടെയുള്ളതാണ്. അതുകൊണ്ട് ദൈവിക സംരക്ഷണത്തിന് കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.